Yes. Water bottle? Yes. Okay. So today we are going up Brahmatal and it is our summit day as well. From here, fully ascend till അങ്ങനെ ഹിമാലയ യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് 10 ദിവസം പിന്നിടുന്നു. രാവിലെ തന്നെ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഇന്ന് ബ്രഹ്മതാൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇന്നത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം തുടക്കം മുതലുണ്ടായിരുന്ന ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ എല്ലാവർക്കും യാത്രാശംസകൾ നൽകുകയുണ്ടായി. Nilkant to what's called the peak name Jeti Bahurani, which is first starting point from Nepal. For Nepal, that's why we call Jeti Bahurani. In this region, this is the first like baby roop. That's why we call what Jeti Bahurani. Jeti means जो सास बहू होती है ना, बहू, you know. या डॉटर इन लॉ. हाँ, तो उसकी सबसे बड़ी बहन. हाँ, जो सबसे परिवार बेटी जी. ओके. और नीलकंठ जिसने पूरे संसार सर आप भी बता सकते हैं. बोलो. जिसने पूरे संसार को बचाने के लिए नीलकंठ का रूप धारण किया था. यानी कि जब समुद्र मंथन हो रहा था उस टाइम पे भोले शंकर जी ने जो विष पिया था, विष पीने के बाद उसका वो नीला हो गया था और वो एक कंठ के रूप में एक पर्वत है, उसको वहाँ से लेकर जेठी बहुरानी तक हम लोग पूरा देखने वाले हैं. जो ये खाया था है ना അവരെ കൂട്ടത്തിലുള്ള ഒരു വിഷം കഴിച്ചു. All the best for Summit. 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 ഇന്ന് ബ്രഹ്മതാൽ സബ്മിറ്റ് ചെയ്ത ശേഷം തിരികെ ക്യാമ്പിൽ എത്തിച്ചേരേണ്ടതുണ്ട്. നമ്മുടെ യാത്രയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ദിവസം ആകെ പിന്നിടേണ്ടത് 12 കിലോമീറ്റർ ദൂരമാണ്. ഇതിനായി ഏകദേശം 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയും സമയമെടുക്കുമെന്ന് ഗൈഡ് അറിയിച്ചു. ബ്രഹ്മതാൽ ട്രക്കിങ്ങിൽ ധാരാളം ഓക്കുമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മതാൽ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറിയുള്ള യാത്രയാണെങ്കിലും പരിചയസമ്പന്നർ അല്ലാത്തവർക്ക് പോലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതിമനോഹരമായ ഗ്രാമങ്ങൾ, അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന അരുവികളും സ്നേഹത്തോടെ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന ഗ്രാമവാസികളും, ഹിമാലയൻ കാഴ്ചകളും അതിന് സമാന്തരമായി കിടക്കുന്ന കാടുകളും ചേർന്ന് ഈ യാത്രയെ മറക്കാത്തൊരു അനുഭവമാക്കി മാറ്റും. ഈ ഹിമാലയൻ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ യാത്രയെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇനിയും ഹിമാലയ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്താലും പുരാണ കഥകളാലും ഏറെ പ്രസിദ്ധമാണ് ബ്രഹ്മതാൽ. ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടം ഹിമാലയത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് സഞ്ചാരികളെ എത്തിക്കുന്നത്.
കനത്ത കാടുകളും മഞ്ഞ് പൊതിച്ചു കിടക്കുന്ന കുന്നുകളും താഴ്വരകളും താണ്ടി കയറിപ്പോക്കുന്ന ഈ യാത്ര അത്ഭുതങ്ങളിലേക്കാണ് സഞ്ചാരികളെ എത്തിക്കുന്നത്. കണ്ണുകൾക്കും മനസ്സിനും ഒരുപോലെ വിരുന്നൊരുക്കുന്ന കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന യാത്രകളിലൊന്നാണ് ഉത്തരാഖണ്ഡിലെ ബ്രഹ്മതാൽ ട്രക്കിംഗ്. അവിശ്വസനീയമായ യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുന്ന യാത്രയെന്ന് സഞ്ചാരികൾ കണ്ണും പൂട്ടി സമ്മതിക്കുന്ന ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട യാത്രകളിലൊന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ പ്രയാസമില്ലാതെ തന്നെ പോകാവുന്ന ഒരു ട്രക്കിംഗാണ് ബ്രഹ്മതാൽ. മഞ്ഞുകാലമാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വർഷം മുഴുവനും ഇവിടെ ട്രക്കിംഗ് നടത്താൻ കഴിയും എന്നാണ് മറ്റൊരു പ്രത്യേകത. അതിശക്തമായ മഞ്ഞുവീഴ്ചയും മലയിടിച്ചിലും ഉണ്ടായാൽ മാത്രമേ ഈ ട്രക്കിംഗ് അടയ്ക്കാറുള്ളൂ. മണ്ണും മരവും കൊണ്ട് ഇവിടെ ചെറിയ വീടുകൾ നിർമ്മിക്കുന്നു. ഈ പ്രദേശങ്ങളിലും ആളുകൾ താമസിക്കുന്നതാണ് മറ്റൊരു കൗതുകം. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഗ്രാമീണരെ കാണാൻ നമുക്ക് സാധിക്കും. മഞ്ഞുകാലത്ത് കാര്യമായ കൃഷിപ്പണികളൊന്നും ഇവിടെ നടക്കാറില്ല. കന്നുകാലി വളർത്തലാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. അങ്ങനെ ബ്രഹ്മതാൽ ട്രക്കിംഗ് അവസാനിച്ചിരിക്കുന്നു. സന്തോഷത്തിന്റെയും കണ്ണുനീർ പലരുടെയും മുകളിൽ കാണാൻ സാധിക്കും. പ്രകൃതി എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. സാഹസ്യത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും ബ്രഹ്മതാൽ ട്രക്കിംഗ് തിരഞ്ഞെടുക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് നിന്നും ഏപ്രിൽ 11 നടത്തിയ യാത്ര അവസാനിക്കുന്നത് ഏപ്രിൽ 27 തീയതിയാണ്. ജീവിതത്തിൽ യാത്രകൾ സമ്മാനിക്കുന്നത് പുത്തൻ അനുഭവങ്ങൾ തന്നെയാണ്. ബ്രഹ്മതാൽ ട്രക്കിംഗ് കഴിഞ്ഞ ശേഷം ഡൽഹി വഴിയായിരിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക. ഈ യാത്രയ്ക്ക് എനിക്ക് ചിലവായ തുകയും ഈ യാത്ര ചെയ്യാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇത്രയും നാളും ഈ സ്വപ്നയാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഹിമാലയ യാത്ര ആരംഭിച്ച മുതൽ തന്നെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ തിരികെ ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇനിയും ഹിമാലയ യാത്രയെ പറ്റിയും തിരിച്ച് നാട്ടിലേക്കുള്ള കൂടുതൽ വിശേഷങ്ങളും കാണാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തും എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി. Thank you for watching. എന്താണ് എക്സ്പീരിയൻസ് ഹിമാലയൻ ട്രക്ക് ചെയ്ത് വിജയിച്ചപ്പോൾ ഉള്ള? പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അതാണ് അത്രയും എന്താ പറയാ, മനസ്സ് നിറഞ്ഞു. എങ്ങനെ നന്ദി പറയേണ്ടത്? ദൈവത്തിനോട് ഫസ്റ്റ്, പിന്നെ എല്ലാവരോടും നന്ദി പറയണം. എന്താണ് രതീഷ് ജി, സ്റ്റാഫ് അംഗങ്ങൾ, എന്നെ